ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, മലയാളികളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ പറ്റിയാണ്. അതിൻ്റെ ഒരു റിവ്യൂവിനെ കുറിച്ചാണ്. കരയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവി, അതായത് ഇപ്പോൾ ഏതൊരു മൂവി നമ്മൾ തിയേറ്ററിൽ വന്നാലും മോസ്റ്റ് ഓഫ് ദ മലയാളി ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണും. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സിനിമകളൊക്കെ, അതായത് ക്രൈം ആയിക്കോട്ടെ അല്ലാതെ എല്ലാ സിനിമകളും ഞാൻ പൊതുവേ തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളാണ് ഞാൻ, മാത്രമല്ല എൻ്റെ ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം വാഴ 2-ൻ്റെ റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു റിവ്യൂ എടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളികളും ഫുള്ളും ഇപ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഈ ഒരു വാഴ 2 മൂവീൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താ പറയുക, ഞാനൊരു മലയാളിയല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു മൂവിനെ കുറിച്ച് ഒരു വീഡിയോ ഇടണം എന്ന് തോന്നി. അപ്പോൾ നമ്മുടെ വാഴ മൂവി, ബയോട്ടോപ്പി ഓഫ് ബില്യൺ ബ്രോസ്, അതാണ് നമ്മുടെ മൂവിയുടെ ആ ഒരു എന്താ പറയുക, ഒരു ഹൈലൈറ്റ്. ആ ഒരു നമ്മൾ വാഴ 2 എന്ന് പറയുന്ന സമയം നമ്മൾ വാഴ 1 നമ്മുടെ വാഴ 1-ൽ എനിക്ക് പൊതുവേ എനിക്ക് അത്ര പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വാഴ 2 സത്യം പറയാമല്ലോ ഗൈസ്, ഒരു എന്താ പറയുക, ഒരു മാജിക്കാണ് ആ മൂവിയിലുള്ളത്. നമുക്ക് ഫസ്റ്റ് ഹാഫ് ആയിക്കോട്ടെ സെക്കൻഡ് ഹാഫ് നമുക്ക് ഒരിക്കലും ഈ മൂവി കണ്ട ബോറടിക്കത്തില്ല. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഉറപ്പായി ഇത് തിയേറ്ററിൽ പോയി കണ്ട, കാരണം അത്രയ്ക്ക് അടിപൊളി സിനിമയാണ്. നമ്മൾ എന്താ പറയുക, ഓരോ മൊമെൻറ്റ് നമ്മൾ എൻജോയ് ചെയ്യും. പിന്നെ മൂവി തീരുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടമൊക്കെ വരും, കാരണം തീർന്നല്ലോ എന്ന് ആലോചിച്ചിട്ട്. ബട്ട് അടിപൊളി മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഒരു മൂവി ലവർ എന്ന സ്ഥിതിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കൂടാതെ ഒരു മൂവി എങ്ങനെ എടുക്കണം എന്ന് ഈ ഒരു മൂവി നമ്മളെ കാണിക്കുന്നുണ്ട്. അടിപൊളി പടമാണ് ഗൈസ്, സത്യം പറയാമല്ലോ. ഇതിൽ മെയിനായിട്ട് നമുക്ക് ഇതിൽ എന്താ പറയുക, കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് ഹാഷിർ ബ്രോനെയാണ്. ഹാഷിർ ബ്രോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, യൂട്യൂബ് ചാനൽ, നമ്മുടെ ഹാഷിർ ബ്രോൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ആക്ടിങ്, ആ ഒരു പുള്ളിക്കാരൻ്റെ ആക്ടിങ് എന്ന് പറയുന്നത് സീരിയസ്ലി നമ്മളെല്ലാവരെയും എന്താ പറയുക, കണ്ണ് തെളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ് ആണ്. പിന്നെ മൂവിയിലേക്ക് വരുമ്പോൾ പറയണ്ടല്ലോ, അത്രയും അടിപൊളി ഒരു ആക്ടിങ് ആണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ആ ഒരു ബ്രോ കാഴ്ചവെച്ചിരിക്കുന്നത് നമ്മുടെ ഹാഷിർ ബ്രോ. അപ്പോൾ എനിക്ക് പൊതുവേ സത്യം പറയാം, എനിക്ക് ഈ വ്ളോഗേഴ്സൊക്കെ മൂവിയിലോട്ട് വരുന്നതിൽ എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ളൊരു കൂട്ടത്തിലാണ്. ഇതിൽ വന്നിരിക്കുന്ന മിക്ക ആൾക്കാരും വ്ളോഗേഴ്സാണ്. ഏകദേശം ഒരു 14 ആൾക്കാർ, കുറച്ച് പേരൊക്കെ അല്ലാതെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നവരുണ്ട്. പക്ഷേ എനിക്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ നമ്മുടെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആക്ടേഴ്സ്, അത് നമ്മുടെ പ്രകമ്പനം മൂവിയിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും ഒരു സിനിമ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ആ ഒരു മൂവി നമ്മളെ കാണിച്ചിട്ടുണ്ട്. കാരണം അതും ഒരു അത്യാവശ്യം അടിപൊളി പടമായിരുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഹാഷിർ, പിന്നെ അജു വർഗീസ് സാർ, വിജയ് ബാബു, അമിത് മോഹൻ, സുധീഷ്, വിനായക് മാലി, അജിൻ ജോസ്, അലൻ, ഇവരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇവരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ മൂവിയുടെ ഒരു ഹൈലൈറ്റ് ഇവരുടെ അഭിനയം തന്നെയാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് മൂവി പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഫസ്റ്റ് ഹാഫ് നമ്മളെ ചിരിപ്പിക്കും, സെക്കൻഡ് ഹാഫ് നമ്മളെ കരയിപ്പിക്കും. മൊത്തത്തിൽ ഒരു ഓൾ ഇൻ ഓൾ പടമാണ്. അതുമാത്രമല്ല കോമഡി ഉണ്ട്. പിന്നെ നമ്മുടെ മൂവി, അതായത് നമ്മുടെ റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിന് വേണ്ടിയിട്ട് സിബ്ലിങ്സിനൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. പിന്നെ ദുബായ് ജീവിതത്തിനെ കുറിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. അതായത് ദുബായ് ലൈഫ് എന്ന് പറയുന്നത് സിമ്പിളല്ല, അവിടെ പോയി പണിയെടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു കഥയാണ്. ഞാനത് കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് മൂവി കാണുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. അതായത് ദുബായിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നൊരു സിബ്ലിങ്, അങ്ങനെയൊക്കെ ഒരു കഥയാണ്. ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, നിങ്ങൾ തന്നെ പോയി പടം കണ്ടില്ല. ഇപ്പം ഞാൻ ഇനി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോയിലർ നിങ്ങൾ പറഞ്ഞാലും, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഈ മൂവി ഭയങ്കരമായിട്ട് ഈ ഇടയിൽ ഈ വർഷത്തിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പടം ആയിട്ട് ഞാൻ ഈ വാഴ 2-നെ പറയും. കാരണം അടിപൊളി പടമാണ്. നിങ്ങളും തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം
അത്രയ്ക്കും അടിപൊളി റിവ്യൂ കണ്ടുപിടിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. ഒട്ടുമിക്ക എന്നല്ലൊരു 100%-ൽ 90% ആൾക്കാരും നല്ല റിവ്യൂ പറഞ്ഞു. ബാക്കി 10% ആൾക്കാർ എന്തെങ്കിലും കുറ്റം പറയണമല്ലോ എന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റിവ്യൂ ഒക്കെ കൊണ്ട് മിക്ക ആൾക്കാരും നല്ല റിവ്യൂ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന റിവ്യൂ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇനി നാളെ എനിക്ക് താഴെ ഇനിയിപ്പോൾ എന്താ പറയുക, ഇനി കമൻറ്റ് ബോക്സിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും എനിക്കെതിരെ തെറിയൊന്നും വിളിക്കേണ്ട. കാരണം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളും നാളെ എന്താ പറയുക ഈ മൂവി കാണാൻ വേണ്ടി എന്നൊരു റിവ്യൂ എല്ലാവരും കാണും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ എന്തായാലും ഞാൻ 10-ൽ 10 തന്നെ കൊടുക്കും. അടിപൊളി സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇനിയിപ്പോൾ എനിക്ക് താഴെ വന്ന് ആരും തെറിയൊന്നും വിളിക്കണ്ട. കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. അത് എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. എല്ലാ റിവ്യൂ എടുക്കുമ്പോഴും ഞാൻ എൻ്റെ കാര്യങ്ങളാണ്, അതായത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അത് നിങ്ങളിലോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വാഴ 2 പോയി കാണാം. അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യും, ഫാമിലിയായിട്ട് തന്നെ പോയി കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് വീഡിയോ കാണാം ഗൈസ്.